I am sat here thinking of you once again. Songs in my head now, they all make sense. Counting down the days to call you mine, mine. In the end, I know that we will be just fine, what I found in you. നമസ്കാരം, മലയാളീസ് വ്ളോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെക്കുന്ന കോഴിക്കോടൻ ബിരിയാണി ആൻഡ് ഫ്രൈ എന്ന് പറഞ്ഞ കട. അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഉള്ള ഒരു പുറത്തുള്ളൊരു ഭാഗമാണ് ഈ കോഴിക്കോടൻ തട്ടുകട എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ ഹോട്ടലിലും കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരുപാട് തരം റെസിപ്പികളുണ്ട്, പലതരം വെറൈറ്റി ഫുഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമ്മുടെ നോൺ വെജിറ്റേറിയനും വെജും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ 2 ഹോട്ടലുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇവർ പാർട്ട്ണർമാരായിട്ടുള്ള ഒരു ഷോപ്പ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനടുത്തും പിന്നെ ഒന്ന് പൊതുവാൾ ജംഗ്ഷനാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പൊതുവാൾ ജംഗ്ഷൻ്റെ അവിടെയുള്ള ഒരു ഷോറൂമിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ ഷോപ്പിലെ പുതിയ റെസിപ്പികളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഞാൻ ഇന്ന് നിൽക്കുന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാലിക്കറ്റ് ബിരിയാണി ആൻഡ് ഫ്രൈ എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. അപ്പോൾ ആ ഷോപ്പിൽ കുറേ ഫുഡ് റെസിപ്പികളുണ്ട്. നമുക്ക് ചൂടോടെ കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരുപാട് കാലിക്കറ്റിൻ്റെ മണം അല്ലെങ്കിൽ കാലിക്കറ്റിൻ്റെ രുചിയോട് കൂടിയ ഒരുപാട് ഫുഡുകളുണ്ട്. നമുക്ക് ആ ഫുഡുകളുടെ റെസിപ്പികൾ നമുക്ക് ഓരോന്നായി നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചൈനീസ് വിഭവമാണ്. ചൈനീസ് വിഭവം എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എന്നാണ് പറയുന്നത്. അത് കാലിക്കറ്റ് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. നമുക്ക് കണ്ടു തന്നെ കാണാം. അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് പറയാം. ഓക്കെ, ആദ്യം നമുക്ക് നമ്മുടെ ഷെഫിനെ പരിചയപ്പെടാം. ഷെഫിന്റെ പേര് നൗഷാദ് എന്നാണ് പേര്. അപ്പോൾ പുള്ളിയാണ് നമുക്കിന്ന് വേണ്ടി കാലിക്കറ്റ് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇതൊരു ചൈനീസ് വിഭവമാണ്. നമുക്ക് വിഭവത്തിലേക്ക് നമ്മുടെ ചെറുതായിട്ട് ചൂടായി അപ്പോൾ ചൂടായ ചട്ടി നമ്മൾ സൺഫ്ലവർ ഓയിൽ ചെറുതായിട്ട് ചൂടിയിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി നന്നായി ചൂടായി വരുന്നുണ്ട്. നമ്മളതിലേക്ക് ഇഞ്ചി നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ, നമ്മളതിൽ ഉള്ളി സവാളി ചൂടാക്കി കഴിഞ്ഞു. നമ്മളതിലേക്ക് 2 പച്ചമുളക് ഇട്ടു. പിന്നെ ഗാർലിക് നമ്മൾ കൊത്തി അത് പറഞ്ഞ പോലെ ഉള്ളി, വറ്റൽമുളക്, പച്ചമുളക്, വെളുത്തുള്ളി, ഗാർലിക് നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ചുമ്മാ ചൂടാക്കുന്നു.
ഇത് നമ്മുടെ തൈരാണ്. തൈര് നമ്മൾ കുറച്ച് ചെറിയൊരു പോർഷൻ തൈര് നമ്മൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് ചേർക്കുവാണ്. തൈര് നമ്മൾ ചേർക്കുന്നു. തൈര് ചേർത്ത് നമ്മൾ ഒരുപാട് തിളപ്പിക്കാൻ ഉള്ള കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്ന ഷെസ്വാൻ എന്ന് പറഞ്ഞ സോസേജാണ്. ആ സോസേജ് നമ്മൾ കുറച്ച് എത്ര 1 ടീസ്പൂൺ നമ്മൾ 1 ടീസ്പൂണാണ് നമ്മളിതിലിടുന്നത്. ഷുഗർ നമ്മൾ തനതായ പഞ്ചസാര ഒരു 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ മാത്രമാണ്. അറിയില്ല അല്ലേ? 1/4 ചിക്കൻ. ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി കോട്ടിങ് ചെയ്യാം. ബോയിൽ ചെയ്ത് വെച്ചാണ്. ഫുൾ ബോയിൽ തന്നെയാണ്, ഹാഫ് ബോയിൽ അല്ല. ഫുൾ ബോയിൽ നല്ല രീതിയിൽ വെച്ചാൽ ഒരു സംഭവമാണ് പോകുന്നത്. ഓക്കെ, അതെ, ഈ ഗീൽസ് എന്ന് പറയും. നമുക്ക് ക്ലീൻ ചെയ്താൽ മലയാളത്തിൽ നമുക്ക് പറയാം. ओके, अजीनोमोटो ऐड नहीं कर रहे हैं, कलर ऐड नहीं कर रहे हैं. പറയാം. നമ്മളിതിൽ അജിനോമോട്ടോയോ കളറോ പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും ഇടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഇത് തന്നെ കാലിക്കറ്റ് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്ന സാധനം. നമ്മളൊരു സർവിങ് പ്ലേറ്റിലേക്ക് നമ്മളത് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ കഴിഞ്ഞിട്ടില്ല. പുള്ളിക്ക് കുറച്ചും കൂടി അതിലൊരു ഭംഗി വരുത്താറുണ്ട്. സ്പ്രിംഗ് ഓനിയൻ ലാസ്റ്റ് നമ്മുടെ ഇത് ടേസ്റ്റിനും നല്ലതാണ്, ഹെൽത്തിയാണ്, പിന്നെ ഒരു ഭംഗിക്കുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ കാലിക്കറ്റ് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ.